ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റാൻഡം ഡേയ്സിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ആഴ്ച പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് നിർത്തിയ വ്ളോഗിൽ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പോകുന്നതിൻ്റെ തലേന്ന് ഞങ്ങളിതുപോലെ നമ്മുടെ വടപ്പള്ളി ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, ഞങ്ങളുടെ സ്കൂട്ടിയിലാണ് വന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ ഇതുപോലെ മാങ്ങ വിൽക്കുന്നത് കണ്ടപ്പോൾ, ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കണ്ടതുകൊണ്ട് ലാഭത്തിന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ മാങ്ങയും കൂടി മേടിച്ചിട്ടാണ് വന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും, അതായത് സാറ്റർഡേ രാവിലെയാണ് ഉച്ചയ്ക്കാണ് അമ്മയൊക്കെ പോകുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും അമ്മ എനിക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് തന്നു. പിന്നെ ഇത് അനിയനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൗ അച്ചാറിട്ടതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അവർ 2 വർഷം മുന്നേ ഇവിടെ വന്നപ്പോഴത്തേനും ഇതിൻ്റെ അച്ചാറിട്ട് എടുത്തപ്പോഴത്തേനും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അനിയനും വൈഫിനും ഒക്കെ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ അവനെ ജോലി സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അതും കൂടി ചെയ്ത് കൊടുത്തു. പിന്നെ അതൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. പോകുന്നതിന് മുന്നേ തന്നെ അത് പാക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാനൊന്ന് ഉപ്പിലിട്ടു. പിന്നെ അമ്മ വന്നപ്പോഴത്തേനും കുറേ ചക്കപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് അമ്മ എനിക്ക് ക്ലീൻ ചെയ്ത് തന്നതാണ്. പിന്നെ വലിയ മാങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തു. പിന്നീട് അവർ പോയി, ഉച്ചയ്ക്ക് ശേഷം അവർ പോയി. 1 മണിക്കാണ് പോയത്, 3 മണിയുടെ ട്രെയിനിനാണ് പോയത്. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി വന്ന് വീട്ടിൽ ഇങ്ങനെ എല്ലാവരും കൂടി പെട്ടെന്ന് പോയപ്പോഴത്തേനും ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് ഇരുന്നപ്പോഴത്തേനും ഭയങ്കര ടാമിയൊക്കെ നല്ല കരച്ചിലായിരുന്നു. ഞാനും കരഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾക്ക് വിഷമം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേനും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ റൂമിൽ കട്ടിലൊന്ന് മാറ്റണമെന്ന്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഉള്ള കട്ടിൽ ഹസ്ബൻഡിൻ്റെ വല്യമ്മ തന്നതാണ്. അപ്പോൾ ആ കട്ടിലിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ കാലിന് പ്രശ്നമുണ്ട്. അപ്പോൾ അത് 2 പേർക്ക് മാത്രമേ കിടക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് കിടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂൻ സൈസ് കട്ടിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ആദ്യം ഞങ്ങൾ ശരവണയിലാണ് വന്നത്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് കളക്ഷൻസൊക്കെ ഇഷ്ടമായെങ്കിലും പക്ഷേ ക്വാളിറ്റി അത്രയും നല്ലതല്ല, പ്യുവർ വുഡൊന്നും അല്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് നേരെ ഞങ്ങൾ പിന്നെ നമ്മൾ മാളിലേക്ക് വന്നു. നമ്മുടെ ഇവിടെ VR മാളിലുള്ള ഹോം സെൻറ്ററിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയോളം ആയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് ഇവിടെ വന്നിട്ടൊന്ന് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ പുറത്ത് തന്നെ അടിപൊളിയാണ്. ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാനുള്ള കഫറ്റീരിയ പോലത്തെ സംഭവമുണ്ട്, ഔട്ട്ഡോറാണ്, അടിപൊളിയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമുക്ക് വീട്ടിൽ തീരെ ഇരിക്കാനും പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം ചൂടാണ്, പിന്നെ എല്ലാവരും കൂടി പോയതിൻ്റെ ഒരു വിഷമം അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചിക്കൻ സമോസയും പിന്നെ കോഫിയും ചായയും ഒക്കെ ഞങ്ങൾ വാങ്ങി. പിന്നെ എനിക്ക് പനീർ റോളാണ് മേടിച്ചത്. നമ്മുടെ ചപ്പാത്തിയിൽ പനീറും ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം. ആമിക്ക് ബ്രെഡ് ഓംലെറ്റാണ് മേടിച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വന്നതും. ശരിക്കും എനിക്ക് ഹോം സെൻറ്ററിൽ നിന്ന് എടുക്കുന്നതിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു കട്ടിൽ. പക്ഷേ ഇവിടെ ഒന്ന് ജസ്റ്റ് കളക്ഷൻസ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ശരിക്കും ഹൈഡ്രോളിക് മോഡലിലുള്ള കട്ടിലാണ് എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ സ്റ്റോറേജ് ബോക്സസ് വരുമല്ലോ, അപ്പോൾ അങ്ങനെ അത് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു. അവരല്ല പറഞ്ഞത്, നമ്മൾ വേറൊരു കടയിൽ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ 2-3 സ്ഥലത്ത് നോക്കിയിട്ട് ഒരു ഐഡിയ ഏകദേശം കിട്ടിയതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് വന്നത്. അപ്പോൾ ഹോം സെൻറ്ററിൽ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലായിരുന്നേ. അപ്പോൾ ഇത് ക്യൂൻ സൈസാണ്, പക്ഷേ ഇത് ഡിസൈൻ മാത്രമേ ഉള്ളൂ, പക്ഷേ അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഹസ്ബൻഡിന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഈ ഒരു ഷോപ്പിലാണ്. അപ്പം ഞങ്ങളെ വീടിനടുത്ത് തന്നെയുള്ളൊരു ഷോപ്പാണ്. ഇതെന്ന് പറയുന്നത് ഇവരിങ്ങനെ നാട്ടിൽ നിന്ന് തടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെന്നൈയിലിരുന്ന് തടിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. പ്യുവർ വുഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അധികം അങ്ങനെ പറ്റിപ്പല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എടുക്കാമെന്ന് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഇതിലുള്ളൊരു കട്ടിൽ ഞങ്ങൾ ഫിക്സ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് എന്തായാലും ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ക്യൂൻ സൈസിനുള്ള ഒരു ബെഡ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ഞങ്ങൾ ഒന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും പുറത്തുനിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ശരിക്കും പോകുന്നത് ഞങ്ങൾ എന്തായാലും ബെഡ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ശരവണയിൽ പോയിട്ട് ഇതിന് വേണ്ടുന്ന ബെഡ് കവറും
പില്ലോ കവറൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. ഞങ്ങൾ കട്ടിലെടുത്തിട്ടുള്ള കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ ബെഡും കൂടി മേടിച്ചു, മെത്തയും കൂടെ മേടിച്ചു. അപ്പോൾ അതിന് വേണ്ടുന്ന കവറ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കൊന്ന് പുറത്ത് സിനിമയ്ക്കും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ബ്രൗണി ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഇവിടെ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് നമ്മുടെ ഡ്രീം കേക്ക് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ ഇതുപോലെ ബീച്ചിൽ പോയപ്പോഴത്തേനും അവിടെ നിന്ന് ഡ്രീം കേക്ക് കഴിച്ചായിരുന്നു. പക്ഷേ ശരിക്കും ഭയങ്കര ക്വാളിറ്റി മോശമായിരുന്നു. അപ്പോൾ നല്ലൊരു ഏതെങ്കിലും ഒരു കേക്ക് കടയിൽ കയറിയിട്ട് കഴിക്കണമെന്ന് ഓർത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കടകളൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ശരവണയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബെഡ്ഷീറ്റും എടുക്കണം, ബെഡ് കവർ എടുക്കണം, പിന്നെ ഞങ്ങളുടെ ചെറിയ റൂമിലുണ്ടായിരുന്ന ആ ഒരു കട്ടിൽ അതും കേടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ഡക്കറിലുള്ള ഒരു മോഡലിലുള്ള കിടക്കാൻ പറ്റുന്ന സിംഗിൾ ബെഡും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു, കട്ടിൽ. അപ്പോൾ അതിങ്ങനെ കമ്പിയുടെ മോഡലിലാണ് എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് കയറിയത്. അങ്ങനെ പോയിട്ട് തിരികെ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഒരു കടയിൽ കയറി, ഒരു കേക്കിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അവിടെ കയറിയിട്ട് ഞങ്ങളിങ്ങനെ ഡ്രീം കേക്ക് കഴിക്കാനായിട്ട് കയറി. ശരിക്കും എനിക്ക് ഇഷ്ടമായില്ല, ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഭയങ്കര മധുരമായിട്ട് തോന്നി. FB കേക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കയറിയത്. ഒട്ടും തന്നെ ക്വാളിറ്റി കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് മേടിച്ചതിൻ്റെ പേരിൽ മാത്രം കഴിച്ചു തീർത്തു എന്നുള്ളതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സത്യം തിയേറ്ററിലേക്കാണ് വിട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ആവേശം മൂവി കാണാൻ തന്നെയാണ് പോയത്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അമ്മയൊക്കെ വന്നപ്പോഴത്തേനും ഞാനും ഹസ്ബൻഡും കൂടി പോയിന്ന്. അപ്പോൾ ഈ ഒരു മൂവി അന്ന് ഞങ്ങൾ കാണാൻ പോയപ്പോഴത്തേനും ആമിയെ കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ അവളെ കൂടി ഒന്ന് കൊണ്ടുപോയി കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് സമയം പോകണം, അങ്ങനെ ഒന്ന് പുറത്ത് പോയതാണ്. അതിനുശേഷം പിന്നെ മൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കബോർഡ്സ് ഒന്നും അടച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ റൂമിലും അതുപോലെ കിച്ചണിലെല്ലാം ഓപ്പൺ ഷെൽഫുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാനായിട്ട് ഞങ്ങൾ വീട് വെച്ചപ്പോഴത്തേനും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാറ്റി വെച്ചപ്പോൾ ഞങ്ങൾ എന്തായാലും അത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെൽഫുകളൊക്കെ ഒന്ന് അടയ്ക്കാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കാറ്റലോഗ് കൊണ്ടുവന്നതാണ്. അപ്പോൾ കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈസൊക്കെ ഒന്ന് അളന്നിട്ട് അതിനനുസരിച്ചുള്ള ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്യാനാണ് ഈ കാറ്റലോഗ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് എഴുതിയൊക്കെ ഒന്ന് അളവൊക്കെ ഒന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്ന ആളാണ് വീട്ടിലിരിക്കുന്നത്. ഫ്രൈഡേ മുതൽ അതിൻ്റെ പണിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് ഒരു സർപ്രൈസ് ഹസ്ബൻഡ് തന്നതാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വരുന്നത് April 25 ആണ്. അപ്പോൾ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഇതുപോലെ എനിക്ക് ഒരു ഫോൺ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. സാംസങ് ഗാലക്സിയുടെ S24 ആണ് മേടിച്ച് തന്നത്. അപ്പോൾ ശരിക്കും ഹസ്ബൻഡിന് ഫോൺ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പക്ഷേ എനിക്കാണെന്നുള്ളത് അവിടെ ചെന്നപ്പോഴേക്കാണ് മനസ്സിലായത്. കാരണം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് അത്രയും ക്വാളിറ്റിയുള്ള ക്യാമറ ഉള്ള ഫോണല്ലായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഉള്ളൊരു ഫോൺ മേടിച്ച് തരാമെന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ച് തന്നതാണ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഈ മാളിലൂടെ നടക്കുന്നതൊക്കെ ഈ ഒരു പുതിയ ഫോണിലെടുത്തതാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ ഒന്ന് നമ്മുടെ ശരിയായിട്ട് മേടിക്കാറുള്ള ആ ഒരു മഡ് പോട്ടിൻ്റെ കടയിൽ കയറിയിട്ട് ഞാനൊരു മൺചട്ടിയും കൂടെ മേടിച്ചു. അപ്പോൾ മുന്നത്തെ എൻ്റെ പഴയ ചാനലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ നിന്നാണ് സ്ഥിരമായിട്ട് മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ഫോണിലെടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരികെ വന്നപ്പോഴത്തേന് തന്നെ രാത്രിയായി. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള പല വീഡിയോസ് ഒന്ന് ആഡ് ചെയ്ത് ഉണ്ടാക്കിയൊരു ലോങ് വീഡിയോ ആണിത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു നല്ലൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thank you for watching.